ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് ഡിലീഷ്യസിലേക്ക് സ്വാഗതം. ഇന്നിവിടെ മഷ്റൂം ബ്രെഡ് വെച്ചുള്ള ഒരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ മഷ്റൂം കഴുകി വൃത്തിയാക്കുന്നതിനായി ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം എടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കഴുകുവാനുള്ള 200 ഗ്രാം മഷ്റൂം കൂടി ഇട്ട് കൊടുക്കുക. അല്പസമയത്തിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. പല പ്രാവശ്യം വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്ത മഷ്റൂം ഓരോന്നായി ചെറുതായി അരിഞ്ഞ് എടുക്കുക. ഒരു 4-5 അല്ലി വെളുത്തുള്ളി കൂടി ചെറുതായി അരിഞ്ഞു വയ്ക്കുക. ഒരു സവാള കഴുകി വൃത്തിയാക്കിയത് കൂടി അരിഞ്ഞു വയ്ക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, സവാള എന്നിവ കൂടി ഇട്ട് കൊടുക്കുക. മഷ്റൂം കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അല്പസമയം അടച്ചു വെച്ച് വേവിക്കുക. മഷ്റൂമിൽ നിന്നുള്ള വെള്ളം ഊറിയിറങ്ങി നന്നായി വറ്റി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഒറിഗാനോ എന്നിവ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി മറ്റൊരു തവയിൽ അല്പം ബട്ടർ ഇട്ട് കൊടുക്കുക. അതിനു മുകളിലായി ബ്രെഡ് വെച്ച് കൊടുക്കുക. നന്നായി ഓരോ സൈഡും മൊരിച്ചെടുക്കുക. ഇനി ബ്രെഡിന് പുറത്ത് ചീസ് സ്പ്രെഡ് പുരട്ടി കൊടുക്കുക. അതിനു മുകളിലായി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം കൂടി നിരത്തി കൊടുക്കുക. അതിനു മുകളിലായി മൊരിച്ച മറ്റൊരു ബ്രെഡ് കൂടി വെച്ച് കൊടുത്ത് മുറിച്ചോ അല്ലാതെയോ ഉപയോഗിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഏറെ രുചികരമായ മഷ്റൂം ബ്രെഡ് സാൻഡ്വിച്ച് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കുക. ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.